ഹലോ, അഖിലാണ് അഫോർഡയിൽ നിന്ന് ഒരു കാര്യം പറയാൻ വന്നത് വേറൊന്നുമല്ല. നമ്മുടെ ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയിക്കോളാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്നിട്ട് നമ്മുടെ മോട്ടോർ ബൈക്ക് റെൻറ്റിനെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാടാണ്. അതിൽ കുറേ അധികം ആൾക്കാർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകാൻ ആക്സിഡൻ്റ് ഉണ്ടാകാറുണ്ട്. സാധ്യതയല്ല, ആക്സിഡൻ്റ് ഉണ്ടാകാറുണ്ട്. ബേസിക്കലി ഈ ആക്സിഡൻ്റ് ഉണ്ടാകാൻ കാരണം നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാത്തതോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായവർക്ക് ഓടിക്കാൻ അറിയാത്തതോ ഒന്നുമല്ല. കാരണങ്ങൾ ഇവിടുത്തെ റോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് എങ്ങനെയാണെന്നതിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാത്തതിനാണ്. ഇവിടെ ഒരുപാട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ്. സോ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇവിടുത്തെ ഈ പറയുന്ന റോഡ് അല്ലെങ്കിൽ ട്രാഫിക്കിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ആവും. അതേ കണക്ക് ഈ മഴയുള്ള സമയങ്ങളിൽ നമ്മൾ കാരോണിലോട്ടോ പത്തോങ്ങിൽ നിന്ന് കാത്തൂരിലോട്ടോ കമലയിലോട്ടോ ഒക്കെ പോകണമെങ്കിൽ നല്ല ഇറക്കവും കുത്തനെയുള്ള ഇറക്കവും വളവൊക്കെ ഉള്ള റോഡുകളാണ്. ഇവിടെയൊക്കെ സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒന്ന്. മോട്ടോർ ബൈക്ക് റെൻ്റ് എടുക്കലെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ലൈസൻസ് മാത്രമല്ല, ഇവിടെ ആക്സിഡൻ്റ് ആവുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് കാണുന്ന റോഡിൽ. സോ ഇറ്റ്സ് നോട്ട് സേഫ് ടു അവർ ഹെൽത്ത്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് മോട്ടോർ ബൈക്ക് റെൻറ്റിന് എടുക്കല്. നിങ്ങൾക്ക് മോട്ടോർ ബൈക്ക് റെൻറ്റിന് എടുക്കുന്നതിനേക്കാളും ലാഭത്തിൽ നിങ്ങൾക്ക് സേഫായിട്ട് പോകാനായിട്ട് ഞാനൊരു ആപ്പ് പറഞ്ഞ ഇൻ ഡ്രൈവ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ഈ ആപ്പ് വഴി നിങ്ങൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടിനൊക്കെ വളരെ ചീപ്പായിട്ട് ഇതിനകത്തുനിന്ന് ബൈക്ക് ടാക്സിയോ അല്ലെങ്കിൽ കാറോ ഒക്കെ വാനോ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. വളരെ റേറ്റ് കുറഞ്ഞ രീതിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള കാര്യം ഫുഡ് പോയ്സൺ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് തായ് ഫുഡ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന്. തായ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റ് മാത്രം പോയി കഴിക്കുക. ഈ ഒട്ടും ഹൈജീൻ അല്ലാത്ത സ്ഥലങ്ങളിൽ പോയിരുന്ന് കഴിക്കാതിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ വരാൻ സാധ്യത കൂടുതലാണ്. സോ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. കാരണം ഇവിടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വെരി എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ 4-10-15,000 രൂപയാവും ഒരു ബാങ്കോക്ക് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ. ഉള്ളതിൽ ബെറ്റർ ഹോസ്പിറ്റൽ പ്രൈവറ്റിൽ ബാങ്കോക്ക് ഹോസ്പിറ്റലാണ്. പിന്നെ മിഷൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ദൂരെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ പത്തോങ്കിലോ വെച്ചോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് പോകുന്നത് ബാങ്കോക്ക് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. സോ ഈ കാര്യം മൈൻഡിൽ വയ്ക്കുക. ഫുഡ് പോയ്സണോ വല്ല അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഒരു ട്രാവൽ ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരം വരും. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ എമർജൻസി മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു പേയ്മെൻറ്റ് കൊടുക്കാതെ നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഡെങ്കു വരുത്തുന്ന കൊതുക് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ വൈകുന്നേരങ്ങളിൽ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് പറ്റുമെങ്കിലല്ല ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന കൊതുകിനെ തുരത്താനുള്ള ലോഷനോ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഡ്രസ്സോ ഒക്കെ ഇട്ട് പോകുക. അതല്ലെങ്കിൽ വീട്ടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വിൻഡോ ഒന്നും തുറന്ന് വെറുതെ ഇട്ടേക്കില്ല. ഈ വിൻഡോ തുറക്കുവാണെങ്കിലും നെറ്റ് കാണും. നെറ്റ് ക്ലോസ് ചെയ്ത് വേണം ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ കൊതുകടിക്കും, ഡെങ്കു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടെ ആൾക്കാർക്ക് ഇന്ന് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ചലോങ് പിയറിലായിരിക്കുന്നത്. കണ്ടില്ലേ, കാറ്റാമരനൊക്കെ കൊണ്ട് അടുക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നല്ല ക്രൗഡഡ് ആയിട്ട് കാണാവുന്നതാണ്. ഇവിടെ കുറവാണ്. ഈ ഒരു പിയറിലാണ് ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു സ്ഥലത്തിരുന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.